തങ്കഅങ്കി ഘോഷയാത്രയെ വരവേൽക്കാൻ പമ്പയും സന്നിധാനവും ഒരുങ്ങിക്കഴിഞ്ഞു. സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടങ്ങിയതോടെ സന്നിധാനത്ത് തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ശനിയാഴ്ച പുറപ്പെട്ട തങ്കഅങ്കി ഘോഷയാത്ര ഇന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും. രാവിലെ പെരുന്നാട് ശാസ്താക്ഷേത്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ഘോഷയാത്ര ലാഹ, പ്ലാപ്പള്ളി, നിലയ്ക്കൽ, ചാലക്കയം വഴി ഉച്ചയ്ക്ക് 1 മണിയോടെ പമ്പ ത്രിവേണിയിലെത്തും. പമ്പ സ്പെഷ്യൽ ഓഫീസർ, അയ്യപ്പ സേവാ സംഘം പ്രതിനിധികൾ എന്നിവർ ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിക്കും. തുടർന്ന് പമ്പ ഗണപതി കോവിലെത്തിച്ച് 3 മണിവരെ ആനക്കൊട്ടലിൽ ദർശനത്തിന് വയ്ക്കും. ഇതിനുശേഷം തങ്കഅങ്കി പ്രത്യേക പേടകത്തിലാക്കി അയ്യപ്പ സേവാ സംഘം പ്രതിനിധികൾ ശിരസിലേറ്റി സായുധ പോലീസിന്റെയും അയ്യപ്പ ഭക്തരുടെയും അകമ്പടിയോടെ സന്നിധാനത്തേക്ക് പുറപ്പെടും. നീലിമലയും അപ്പാച്ചിമേടും പിന്നിട്ട് വൈകിട്ട് 5 മണിയോടെ ശരംകുത്തിലെത്തുന്ന തങ്കഅങ്കി ഘോഷയാത്രയ്ക്ക് ദേവസ്വം അയ്യപ്പ സേവാ സംഘം പ്രതിനിധികൾ ആചാരപരമായ സ്വീകരണം നൽകും. മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഗോവിന്ദൻ നായർ പറഞ്ഞു. അതിൽ പങ്കെടുക്കാൻ വരുന്നതായ അയ്യപ്പന്മാർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാടുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ വളരെ സമാധാനപരമായിട്ട് അത് നടത്താനായിട്ട് സാധിക്കത്തക്ക ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. മുത്തുക്കുട, തീവെട്ടി, പഞ്ചവാദ്യം, കർപ്പൂരാഴി എന്നിവയുടെ അകമ്പടിയോടെ വൈകിട്ട് 6 മണിക്ക് തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തും. 18ാം പടിക്ക് മുകളിൽ ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാർ, ബോർഡ് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ പേടകം ഏറ്റുവാങ്ങി സോപാനത്തേക്ക് ആനയിക്കും. സോപാനത്തിൽ മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് തങ്കഅങ്കി ഏറ്റുവാങ്ങി ആഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. നാളെ ഉച്ചയ്ക്ക് 12:30-ക്കാണ് മണ്ഡലപൂജ. ക്യാമറാമാൻ മുരളീധരനൊപ്പം വി വി അരുൺ, സന്നിധാനം, ഇന്ത്യ വിഷൻ.